ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മളൊരു 2.5 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്, ഒരു പ്രീമിയം സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് BMS കമ്മ്യൂണിക്കേഷൻ ഒക്കെയുള്ള ഒരു 25.6 വോൾട്ട് 100H ലിഥിയം ബാറ്ററി പാക്കാണ്. അതായത് നമുക്ക് വീണ്ടും ബാറ്ററി പാക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ലിഥിയം ബാറ്ററികളിലൊക്കെ നമുക്ക് വരുന്നൊരു മെയിൻ പ്രശ്നം, ബാറ്ററി പാക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളിൽ മാത്രമേ ഉള്ളൂ ബാറ്ററി പാക്കുകൾ ലിഥിയം പാരൽ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ നിലവിലുള്ളൂ. നമുക്ക് 24 വോൾട്ട് 12 വോൾട്ടുകളിലൊക്കെ സ്മാർട്ടായിട്ടുള്ള BMS വരുന്ന മോഡലുകൾ വളരെ കുറവാണ്. ബാറ്ററി പാരലായിട്ട് ആഡ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. പക്ഷേ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൽ ബാറ്ററി പിന്നീട് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുള്ള സംവിധാനമുള്ള ഒരു ബാറ്ററി പാക്കാണ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആശാ പവറിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 2500 VA കപ്പാസിറ്റി വരുന്ന 24 വോൾട്ട് ലിഥിയം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു PC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വാരി സോളാറിൻ്റെ 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ 3 സോളാർ പാനൽസ്, അതും സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 24 വോൾട്ട് സിസ്റ്റമാണ്. പ്ലാൻഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ സിസ്റ്റത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു 1500 വാട്ട് താഴെയുള്ള ഇൻഡക്ഷൻ കുക്കറുകൾ, അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരു 1 ടൺ ഇൻവെർട്ടറേഴ്സൊക്കെ പകൽ സമയത്ത് സ്മൂത്ത്ലി വർക്ക് ചെയ്യാം. രാത്രിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബാറ്ററി പാക്കൊക്കെ പാരൽ വെക്കേണ്ടി വരും. പിന്നെ നമ്മളിവിടെ ഓൾറെഡി സ്ട്രക്ചർ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഭാവിയിൽ വേണമെങ്കിൽ ഒരു പാനലൂടെ വെക്കാം. ഇവർക്ക് 2400 വാട്ട് വരെ പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ബാറ്ററിയുടെ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ടൺ ഇൻവെർട്ടറേഴ്സൊക്കെ ഓവർനൈറ്റ് ഫുള്ള് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ സ്റ്റാർട്ടിംഗ് ആംസ് വരുന്ന പമ്പുകൾ അതൊന്നും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻ മാത്രമാണ് സിസ്റ്റത്തിനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് ഏകദേശം 5 മുതൽ 7 യൂണിറ്റ് വരെയൊക്കെ വൈദ്യുതി ദിവസവും ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ സാധ്യമാവുന്നതാണ്. പകൽ സമയത്തെ യൂസേജ് പോലെയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2.5 യൂണിറ്റാണ് ബാറ്ററി സ്റ്റോറേജ് നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് 5-7 യൂണിറ്റൊക്കെ ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആശാ പവറിൻ്റെ പ്രീമിയം PC, അതുപോലെ തന്നെ സ്മാർട്ട് BMS വരുന്ന ഈസ്റ്റ്മാൻ്റെ സോളാർ ബാറ്ററി, അത് ലിഥിയം ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ്. അപ്പോൾ എല്ലാ രീതിയും കൊണ്ട് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സോളാർ ഓഫ് ഗ്രിഡ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 7-8 വർഷമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ പഴയ ഇൻസ്റ്റലേഷൻ വീഡിയോസ് കാണാവുന്നതാണ്. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററികൾ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം നമ്മൾ വിശദമായിട്ട് അതിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ എത്തിക്കുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. ഈ രീതിയിൽ വീടിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നടുമുറ്റം പോലെ വരുന്നൊരു പോർഷന് മുകളിൽ വെയിലിൻ്റെ കാഠിന്യം അല്പം കുറയ്ക്കത്തക്ക രീതിയിൽ ഒരു കവറേജ് പോലെയാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. 4 പാനലുകൾ ചെയ്യാനുള്ള സ്ട്രക്ചർ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. തൽക്കാലം 3 പാനലുകൾ നമ്മൾ സീരീസ് ആയിട്ട് ഒറ്റ സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നു. 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ ലേറ്റസ്റ്റ് മോഡൽ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 6 യൂണിറ്റ് മുകളിലൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ്. ഇവിടെ നിലവിൽ ഒരു സിംഗിൾ ബാറ്ററി പാക്കാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് ചെയ്ത ശേഷം വീട്ടിലുള്ള ഉപയോഗം അനുസരിച്ചാണ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. ഭാവിയിലേക്ക് ഒരു ബാറ്ററിയുടെ ഒക്കെ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 യൂണിറ്റ് സ്റ്റോർ ചെയ്ത് രാത്രി സമയത്തെ മാക്സിമം യൂസേജ് ബാറ്ററിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കറണ്ട് ബില്ല് ഒരു 1500 രൂപയ്ക്ക് മുകളിൽ ഏകദേശം 2000 ആ റേഞ്ചിലൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബില്ല് മിനിമത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഒക്കെ ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് വീട്ടിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ വേണം. പിന്നെ ലിഥിയം ബാറ്ററി കൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആണ്. വൺസ് അവിടുത്തെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു 8 വർഷം മുതൽ 12 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടുന്ന സംവിധാനമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് താഴെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് സൈഡിലേക്ക് പോകാം. സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് പോർഷൻ വരുന്ന ഈ രീതിയിലാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ്മാൻ സോളാർ ബാറ്ററിക്ക് വരുന്ന ഒരു സ്മാർട്ട് BMS കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററിയാണ്. ഇത് 25.6 വോൾട്ട് 100H ആണ്. അതായത് 2.5 യൂണിറ്റ് സ്റ്റോറേജ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇതൊരു വാൾമൗണ്ട് സെറ്റപ്പാണ് വരുന്നത്. നമുക്ക് ഇതിന് മുകളിലേക്ക് വീണ്ടും ബാറ്ററികൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിൽ സ്മാർട്ട് BMS കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ബാറ്ററികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ വരുന്നുണ്ട്. നോർമൽ BMS ഉള്ള ബാറ്ററികൾ നമുക്ക് പാരൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആശാ പവറിൻ്റെ പ്രീമിയം ആയിട്ടുള്ള സോളാർ PC ആണ്. 2.5 kVA 24 വോൾട്ട് സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് 3 പാനലുകൾ വരെ സീരീസ് ചെയ്ത് കൊടുക്കാം. അതായത് 165 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യും. 2000 വാട്ട്സ് വരെയൊക്കെ ലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സോളാർ PCകൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ 2000 വാട്ട്സോളം ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണിത്. ഈ സിസ്റ്റത്തിൽ 3 പാനലുകൾ സീരീസ് ചെയ്ത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ 2 പാനലുകൾ 2 സെറ്റ്, അതായത് മൊത്തം ടോട്ടൽ 4 പാനലുകൾ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. രാത്രി സമയത്ത് കൂടുതൽ ഉപയോഗമുള്ളവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 2 ബാറ്ററികൾ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ 5 യൂണിറ്റ് ആയിട്ട് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി മാറുന്നതാണ്. അതായത് 5 യൂണിറ്റ് സ്റ്റോറേജ് നമുക്ക് കിട്ടും. രാത്രി സമയങ്ങളിൽ 1 ടൺ ഇൻവെർട്ടർ AC, അതുപോലെ കൂടുതൽ ഉപകരണങ്ങൾ കൂടുതൽ സമയം ബാക്കപ്പിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാറ്ററികൾ 2 എണ്ണം പാരൽ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 97% ബാറ്ററി ചാർജറാണ്.
ബാറ്ററി ചാർജിങ് ആംപിയർ കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി ചാർജ് ആകുന്ന വാട്ട്സ് ഇവിടെ കാണാം. ബാറ്ററികൾ കാസ്കേഡ് ചെയ്യാനായിട്ടുള്ള ഡിപ്പ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ബൈനറി രീതിയിലാണ് കാസ്കേഡ് അല്ലെങ്കിൽ പാരലൽ ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ മുൻപ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് കണക്ട് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. 150Hന്റെ 2 ലെഡ് ആസിഡ് ബാറ്ററികൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരത്തിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാൾ മൗണ്ട് ഡിവൈസിലൂടെ നമുക്ക് അത്രയും സ്റ്റോറേജ് സാധ്യമാകുന്നതാണ്. ഇവിടെ 2.5 യൂണിറ്റ് ആണ് വലിയ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. 1.8 മുതൽ 2 യൂണിറ്റ് വരെ നമുക്ക് അതിൽ നിന്ന് ഔട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ സൈഡിൽ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെർട്ടർ ഡീറ്റെയിൽസ് മുൻപ് പല വീഡിയോയിലൂടെ നമ്മൾ വിവരിച്ചിട്ടുള്ളതാണ്. ഇത് 2500 VA 24 വോൾട്ട് കപ്പാസിറ്റി വരുന്ന മോഡലാണ്. ലിഥിയം കോമ്പാറ്റബിൾ ആണ്. ഏത് തരത്തിലുള്ള ലിഥിയം BMSനും ഇത് കോമ്പാറ്റബിൾ ആണ്. നമുക്ക് റീകോൺഫിഗർ ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും 4 ലൈൻ ഡിസ്പ്ലേ ആണ്. എല്ലാ ഡീറ്റെയിൽസും അറിയാം. സോളാർ പാനലിൻ്റെ വരുന്ന വോൾട്ട്, അതുപോലെ തന്നെ ചാർജിങ് ആംപിയർ, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. നല്ല എഫിഷ്യൻസി ഉണ്ട്. അതായത് 93% മുകളിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. 3 പാനലുകളോട് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലൈറ്റിൽ പോലും ബാറ്ററി ചാർജിങ് നമുക്ക് സാധ്യമാകുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള സ്മാർട്ട് BMS വരുന്ന മോഡലുകൾ, അതുപോലെ തന്നെ നോർമൽ BMS വരുന്ന മോഡലുകൾ, പല ടൈപ്പിലുള്ള സോളാർ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻസ്റ്റലേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ മുൻപുള്ള വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുകയോ ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ ലൈവ് ഷോറൂം സന്ദർശിക്കാവുന്നതാണ്. അറ്റ് എ ടൈം 1500 വാട്ട്സിന് മുകളിൽ വരുന്ന ഉപകരണങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസുകളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ആംപിയർ കുറഞ്ഞ മോട്ടറുകൾ, അതുപോലെ തന്നെ 1 ടൺ ഇൻവെർട്ടേഴ്സുകളൊക്കെ പകൽ സമയത്ത് ലൈവ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇവിടെ 590 വാട്ട്സിന്റെ 3 സോളാർ പാനലുകൾ കൊടുത്തിട്ടുണ്ട്. 2000 വാട്ട്സ് വരെ പീക്ക് ലോഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിലും 1500 വാട്ട് താഴെ ഉപയോഗിക്കുന്നതാണ് സിസ്റ്റത്തിന്റെ ലൈഫിന് എപ്പോഴും നല്ലത്. ഈ വീട്ടിൽ നമ്മൾ ഏകദേശം 90% ലോഡുകൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്, അത്യാവശ്യം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് 1 ടൺ ഇൻവെർട്ടർ AC, വീട്ടിലുള്ള കംപ്ലീറ്റ് പ്ലഗ് പോയിന്റുകൾ, ലൈറ്റ്, ഫാന്, TV, അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചവർക്കും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് 2 പാനലുകളുടെ സഹായത്തോടുകൂടി വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇവിടെ ലൈവ് ലോഡ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മഴക്കാലത്ത് കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ 3 പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ AC നമ്മൾ 1 ടൺ ഇൻവെർട്ടർ AC ഇതിൽ ഓൺ ചെയ്തിട്ടുണ്ട്. 3 സ്റ്റാർ AC ആണ്. ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ലോഡ് ഏകദേശം 55-56% ആണ്. വീട്ടിൽ അത്യാവശ്യം ഫാന്, ലൈറ്റ്, അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ ഉപയോഗത്തിലുണ്ട്. സോളാറിൽ നിന്ന് ഏകദേശം 1350 വാട്ട്സ് ഇവിടെ വരുന്നുണ്ട്. സോളാർ വോൾട്ട് കാണാം. സോളാറിന് അതിൻ്റെ 12 ആംപിയർ ആണ് നമുക്കിപ്പോൾ സപ്ലൈ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണക്ട് ചെയ്ത പിന്നെ 1.6 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാറ്ററി 98% ചാർജറാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.